ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ. അതിൻ്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്നതേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് എമിറ്ററാണ് ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും കോമൺ ആയിട്ട് വരുന്നതെന്ന്. ഇതിൽ ഇൻപുട്ട് എന്ന് പറയുന്നത് ബേസിനും എമിറ്ററിനും ഇടയ്ക്ക് കൊടുക്കും, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കലക്ടറിനും എമിറ്ററിനും ഇടയ്ക്കാണ് എടുക്കുന്നത്. ഇനി ആദ്യം മുതലേ ട്രാൻസിസ്റ്റർ നമ്മൾ പഠിക്കുമ്പോൾ മുതൽ ചർച്ച ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഒരു ട്രാൻസിസ്റ്ററിൻ്റെ നോർമൽ വർക്കിങ്ങിൽ അതിൻ്റെ ബേസ് എമിറ്റർ ജംഗ്ഷൻ ഫോർവേഡ് ബൈസും കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബൈസും ആയിരിക്കണമെന്ന്. പക്ഷേ ഈ ഒരു സർക്യൂട്ട് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന സംശയം ഇതിൻ്റെ അകത്ത് കളക്ടർ ബേസ് ജംഗ്ഷൻ എങ്ങനെയാണ് റിവേഴ്സ് ബൈസ് വരുന്നത് എന്നായിരിക്കും. ഇവിടെ നമുക്ക് നോക്കിയറിയാം VBE എന്ന് പറയുന്ന ഈ ബാറ്ററി കൊണ്ട് ബേസ് എമിറ്റർ ജംഗ്ഷൻ ഫോർവേഡ് ബൈസിലാവും, പക്ഷേ കളക്ടർ ബേസ് ജംഗ്ഷൻ എങ്ങനെയാണ് റിവേഴ്സ് ബൈസിലാകുന്നത് അത് ജസ്റ്റ് വിശദീകരിക്കാം. ഈ രണ്ട് ബാറ്ററികൾ ശ്രദ്ധിക്കുക. ഇവ രണ്ടും ഈ സർക്യൂട്ട് സീരീസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ VBEയും VCയും സീരീസ് ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ പൊളാരിറ്റികൾ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ്. അതായത് ഈ ബാറ്ററിയുടെ വോൾട്ടേജിനോട് സബ്സ്ട്രാക്റ്റ് ചെയ്യപ്പെടുന്ന രീതിയിലാണ് ഈ ബാറ്ററി ഇരിക്കുന്നത്. ഈ ബാറ്ററിയും ഇതിൻ്റെ ഇതേ പൊളാരിറ്റിയിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഇതേ ഡയറക്ഷൻ തന്നെയായിരുന്നു ഇവിടെ ഇരുന്നതെങ്കിൽ ഈ ബാറ്ററിയുടെ വോൾട്ടേജിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ ആഡ് ചെയ്യപ്പെടുമായിരുന്നു. അതായത് ഇത് പോസിറ്റീവും ഇത് നെഗറ്റീവും. അതേസമയം ഇതിൻ്റെ പോസിറ്റീവ് നേരെ ഓപ്പോസിറ്റ് സൈഡിലുമാണ്. ഉദാഹരണത്തിന് ഇതിന് 10 വോൾട്ടും ഇതിന് 1 വോൾട്ടും ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ടോട്ടൽ എഫക്റ്റീവ് വോൾട്ടേജ് AB എന്ന് പറയുന്ന പോയിന്റിന് അക്രോസ് ഉള്ള എഫക്റ്റീവ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 9 വോൾട്ട് ആയിരിക്കും. ഈ 10ൽ നിന്ന് ഇത് കുറച്ചിട്ടുള്ള വോൾട്ടേജ്. ആ 9 വോൾട്ടേജിൻ്റെ പൊളാരിറ്റി എന്ന് പറഞ്ഞാൽ B എന്ന് പറയുന്ന പോയിന്റിൽ പോസിറ്റീവും A എന്ന് പറയുന്ന പോയിന്റിൽ നെഗറ്റീവും ആയിരിക്കും. ഇനി ഇവിടെ നമുക്ക് നോക്കിയറിയാം A എന്ന പറഞ്ഞ പോയിന്റിൽ നിന്ന് നേരെ പോയിരിക്കുന്നത് ബേസിലോട്ടാണ്. അതായത് P റീജിയനിലോട്ടാണ് നെഗറ്റീവ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ B എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് പോയിരിക്കുന്നത് കളക്ടറാണ്. കളക്ടർ എന്ന് പറഞ്ഞാൽ N റീജിയനാണ്. N റീജിയനിലേക്കാണ് പോസിറ്റീവ് വന്നിരിക്കുന്നത്. അതായത് ഈ കളക്ടറും ബേസും തമ്മിൽ 9 വോൾട്ട് റിവേഴ്സ് ബയസിലാണ്. ഇങ്ങനെയാണ് എഫക്റ്റീവായിട്ട് നമുക്ക് റിവേഴ്സ് ബയസ് ഇവിടെ അപ്ലൈ ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതായത് നമ്മൾ നോക്കുമ്പോൾ ഡയറക്റ്റ് കണക്ഷൻസ് ഒന്നും കാണില്ല, ബട്ട് സ്റ്റിൽ കളക്ടറും ബേസും തമ്മിൽ റിവേഴ്സ് ബയസ് തന്നെയായിരിക്കും. ഇനി ഈ NPN ട്രാൻസിസ്റ്ററിന്റെ പകരം ഒരു PNP ട്രാൻസിസ്റ്റർ ആണ് ഉപയോഗിക്കുന്നത് വിചാരിക്കുക. സ്വാഭാവികമായിട്ട് എങ്ങനെയാവും? ആദ്യം ഞാൻ പറഞ്ഞിരുന്നത് പോലെ തന്നെ നമ്മുടെ ബാറ്ററിയുടെ പൊളാരിറ്റികൾ ചേഞ്ച് ചെയ്യുകയും ഈ കറണ്ടിന്റെ ഡയറക്ഷനും കൂടെ മാറും എന്നേ ഉള്ളൂ. ഉദാഹരണമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് കോമൺ എമിറ്റർ കോൺഫിഗറേഷനിലെ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ നോക്കാം. അതിനെ നമ്മൾ ബീറ്റ എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ കേസിലെ ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറയുന്നത് IC, ഇൻപുട്ട് കറണ്ട് എന്ന് പറയുന്നത് IB ആണ്. അതുകൊണ്ട് തന്നെ ബീറ്റ =ഡെൽറ്റ IC ബൈ ഡെൽറ്റ IB അറ്റ് കോൺസ്റ്റന്റ് VC. അതായത് ഈ VC എന്ന് പറയുന്ന വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോൾ ഉള്ള കേസാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ വാല്യൂ സാധാരണയായിട്ട് 20 മുതൽ 500 വരെയാണ് വരുന്നത്. അത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കാരണം നമ്മൾ ഇതിനു മുമ്പ് കണ്ടിരുന്നു IC എന്ന് പറയുന്നത് IBയെ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ വലിയ ഒരു വാല്യൂ ആയിരിക്കും. IB എന്ന് പറയുന്നത് തീരെ ചെറിയ ഒരു നമ്പർ ആയിരിക്കും എന്ന് നമുക്കറിയാം. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും IC/IB എന്ന് പറയുന്നതിൻ്റെ വാല്യൂ വളരെ കൂടുതലായിരിക്കും. നമ്മുടെ ലാബുകളിലേക്ക് ഉപയോഗിക്കുന്ന സാധാരണ ജനറൽ പർപ്പസ് ലോ പവർ ട്രാൻസിസ്റ്ററുകൾ, അതായത് BC 547, BC 548 തുടങ്ങിയ ട്രാൻസിസ്റ്ററുകൾക്കെല്ലാം തന്നെ 250-നും 500-നും ഇടയ്ക്കായിരിക്കും അവയുടെ എല്ലാം തന്നെ ഗെയിന്. പക്ഷേ ചില ഹൈ പവർ ട്രാൻസിസ്റ്ററുകൾ, സാധാരണ കാണപ്പെടുന്ന മൈക്ക് ആംപ്ലിഫയറിലൊക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള പവർ ട്രാൻസിസ്റ്ററുകൾക്ക് ഒരു 30-ഉം 40-ഉം ഒക്കെയാണ് ബീറ്റയുടെ വാല്യൂ വരുന്നത്. ഇനി നമുക്ക് ഈ ബീറ്റയും ആൽഫയും തമ്മിലുള്ള റിലേഷൻ നോക്കാം. നമ്മളിവിടെ ഓൾറെഡി കണ്ടു ബീറ്റ =ഡെൽറ്റ IC ബൈ ഡെൽറ്റ IB എന്ന്. ആൽഫ എന്ന് പറയുന്നത് ഡെൽറ്റ IC ബൈ ഡെൽറ്റ IE ആണ്. പക്ഷേ അതേസമയം നമുക്കറിയാം IE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IBയുടെയും ICയുടെയും സം ആണെന്നും അറിയാം. അപ്പം അങ്ങനെ വരുമ്പോൾ ഡെൽറ്റ IE ഡെൽറ്റ IB പ്ലസ് ഡെൽറ്റ IC. നമ്മൾ IBയെ ലെഫ്റ്റിലേക്ക് എടുക്കുകയാണെങ്കിൽ ഡെൽറ്റ IB ഡെൽറ്റ IE മൈനസ് ഡെൽറ്റ IC എന്ന് വരും. ഈ ഇക്വേഷനിൽ ബീറ്റ ഡെൽറ്റ IC ബൈ ഡെൽറ്റ IB എന്ന് പറയുന്നതിൻ്റെ അകത്തെ ഡെൽറ്റ IBക്ക് പകരം നമ്മൾ ഈ IB കൊടുക്കുന്നു. അങ്ങനെ വരുമ്പോൾ ബീറ്റ ഡെൽറ്റ IC ബൈ ഡെൽറ്റ IE മൈനസ് ഡെൽറ്റ IC എന്ന് വരും. നമ്മൾ മുകളിലും താഴെയും ഡെൽറ്റ IE കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ ഈ രീതിയിലേക്കാവും. ഇതിൻ്റെ അകത്ത് തന്നെ ഇതിൻ്റെ മുകളിലത്തെ ഡെൽറ്റ IC ബൈ ഡെൽറ്റ IE എന്ന് പറഞ്ഞാൽ ആൽഫയാണ്. അത് തന്നെയാണ് ഈ താഴെയും വന്നിരിക്കുന്നത്. അന്നേരം ഈ ഇക്വേഷൻ ആൽഫ ബൈ 1 മൈനസ് ആൽഫ എന്നാകും. അതായത് ബീറ്റ ആൽഫ ബൈ 1 മൈനസ് ആൽഫ. ഇനി ഒരു കാര്യം കൂടി ഇവിടെ അഡീഷണൽ പറയാം. അത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ആവശ്യമുള്ളതാണ്. ഈ ബീറ്റയുടെ കൂട്ടത്തിൽ ഒരു 1ഉം കൂടെ ആഡ് ചെയ്യുവാണെന്ന് വിചാരിക്കുക. അതായത് ബീറ്റ പ്ലസ് 1, അതായത് ആൽഫ ബൈ 1 മൈനസ് ആൽഫ പ്ലസ് 1. അത് അന്നേരം 1/1 മൈനസ് ആൽഫ എന്നാവും. നമുക്കത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ആവശ്യമുണ്ടത്. ഇനി ബീറ്റയുടെ ടൈമിൽ നമ്മുടെ ഔട്ട്പുട്ട് കളക്ടർ കറണ്ടിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. IE IB പ്ലസ് IC നമുക്കറിയാവുന്നത് തന്നെ. IC എന്ന് പറയുന്നത് ആൽഫ IE പ്ലസ് ICBO. ICBO എന്ന് പറഞ്ഞാൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു ലീക്കേജ് കറണ്ടാണ്
കളക്ടർ ബേസ് ലീക്കേജ് കറണ്ട് എമിറ്റർ ഓപ്പൺ ആയിരിക്കുമ്പോൾ ഉള്ളത്. ഈ ഐക്ക് പകരം നമ്മൾ ഐ ബി പ്ലസ് ഐ സി കൊണ്ട് റീപ്ലേസ് ചെയ്യുവാണെങ്കിൽ ഐ സി ഈസിക്കൽ ടു ആൽഫ ഇൻറ്റു ഐ ബി പ്ലസ് ഐ സി പ്ലസ് ഐ സി ബി ഒ എന്ന് വരും. നമ്മൾ ഈ ബ്രാക്കറ്റിനെ എക്സ്പാൻഡ് ചെയ്യുന്നു, അതായത് ആൽഫ ഐ ബി പ്ലസ് ആൽഫ ഐ സി. ഈ ആൽഫ ഐ സിനെ നമ്മൾ ലെഫ്റ്റിലേക്ക് എടുക്കുവാണെങ്കിൽ ഐ സി ഇൻറ്റു 1 മൈനസ് ആൽഫ ഈക്വൽ ടു ആൽഫ ഐ ബി പ്ലസ് ഐ സി ബി എന്ന് വരും. 1 മൈനസ് ആൽഫ കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ ഐ സി ഈസിക്കൽ ടു ആൽഫ ബൈ 1 മൈനസ് ആൽഫ ഇൻറ്റു ഐ ബി പ്ലസ് 1 ബൈ 1 മൈനസ് ആൽഫ ഇൻറ്റു ഐ സി ബി ഒ എന്ന് വരും. ഈ ഒരു ടേം ശ്രദ്ധിക്കുക, 1 ബൈ 1 മൈനസ് ആൽഫ ഇൻറ്റു ഐ സി ബി ഒ. ഇതെന്ന് പറയുന്നതിനെ നമ്മൾ ഐ സി ഇ ഒ എന്നാണ് ഇനി റെപ്രസെൻറ്റ് ചെയ്യുക. ഐ സി ഇ ഒ എന്ന് പറഞ്ഞാൽ കളക്ടർ എമിറ്റർ ലീക്കേജ് കറണ്ട് ബേസ് ഓപ്പൺ ആയിരിക്കുമ്പോൾ. ഈ ലീക്കേജ് കറണ്ടുകളുടെ നെയിമിങ്ങിനെ കുറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു. ഇതിനെ ഓർത്തെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു മാർഗ്ഗം ഞാൻ പറഞ്ഞിരുന്നു. അത് ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാലും മനസ്സിലാവും. ആദ്യത്തെ 2 ലെറ്ററുകൾ, അതായത് കളക്ടർ ടു എമിറ്റർ, ബാക്കിയുള്ള ലെറ്റർ, നമ്മുടെ 3 പിന്നീടിലെ ബാക്കിയുള്ള ലെറ്റർ എന്ന് പറഞ്ഞ ബേസ് ആണ്, അത് ഓപ്പൺ എന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് കളക്ടർ എമിറ്റർ ലീക്കേജ് കറണ്ട് ബേസ് ഓപ്പൺ ആയിരിക്കുമ്പോൾ ഉള്ളത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ 1 മൈനസ് ആൽഫ ഇൻറ്റു ഐ സി ബി ഒ. 1 ബൈ 1 മൈനസ് ആൽഫ എന്ന് പറയുന്നത് ബീറ്റയുടെ കേസിൽ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അത് ബീറ്റ പ്ലസ് 1 ആണെന്ന്. അങ്ങനെയാണെങ്കിൽ എനിക്കിവിടെ ഇതിനിങ്ങനെ എഴുതാം, ബീറ്റ പ്ലസ് 1 ഇൻറ്റു ഐ സി ബി ഒ. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഐ സി ഈസ് ഈക്വൽ ടു ആൽഫ ബൈ 1 മൈനസ് ആൽഫ ഇൻറ്റു ഐ ബി പ്ലസ് ഐ സി ഒ. ആൽഫ ബൈ 1 മൈനസ് ആൽഫ എന്ന് പറയുന്നത് ബീറ്റ ആണെന്ന് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു ബീറ്റ ഇൻറ്റു ഐ ബി പ്ലസ് ഐ സി ഇ ഒ. ഐ സി ഇ ഒനെ ഞാൻ ബീറ്റ പ്ലസ് 1 ഇൻറ്റു ഐ സി ബി ഒ കൊണ്ട് റീപ്ലേസ് ചെയ്യുവാണെങ്കിൽ ഐ സി ഇസിക്കൽ ടു ബീറ്റ ഇൻറ്റു ഐ ബി പ്ലസ് ബീറ്റ പ്ലസ് 1 ഐ സി ബി ഒ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഐ സി എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതുപോലെ തന്നെ ബീറ്റ ഇൻറ്റു ഐ ബി ആണ്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഹ്യൂജ് ലീക്കേജ് കറണ്ടും കൂടെ വരുന്നുണ്ട്. അതായത് ഐ സി ബി ഒ എന്ന് പറഞ്ഞിരുന്ന മൈനോറിറ്റി കാരിയേഴ്സ് മൂലം ഉണ്ടായിക്കൊണ്ടിരുന്ന ആ ചെറിയ ലീക്കേജ് കറണ്ടിനെ ബീറ്റ പ്ലസ് 1 ടൈം മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആകുമ്പോൾ. അതുവഴി കുറച്ച് ഇഷ്യൂസ് നമുക്കുണ്ടാകുന്നുണ്ട്. അത് നമുക്കിനി ചർച്ച ചെയ്യാം. കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ ഐ സി എന്ന് പറഞ്ഞ കളക്ടർ കറണ്ടിൻ്റെ കൂട്ടത്തിൽ ബീറ്റ ഐ ബി കൂടാതെ ബീറ്റ 1 പ്ലസ് ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ഐ സി ബി ഒയും കൂടി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ബീറ്റ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ തന്നെ നമുക്കറിയാം, വളരെ ഹ്യൂജ് ഒരു വാല്യൂ ആയിരിക്കും. ഇപ്പം നമ്മൾ പറഞ്ഞതേ ഉള്ളൂ 20 മുതൽ 500 വരെ വരുന്നൊരു വാല്യൂ ആണ്. അപ്പം ഐ സി ബി ഒ എന്ന് പറയുന്നത് എത്ര ചെറുതാണെങ്കിലും അതിന് കളക്ടർ കറണ്ടിൽ ഒരു സിഗ്നിഫിക്കൻറ്റ് എഫക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. കാരണം ബീറ്റ 1 പ്ലസ് ടൈം മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. അതുവഴി ഉണ്ടാകുന്ന ഒരു ഇഷ്യൂ നമുക്ക് ഇവിടെ നോക്കാം. ഈ ഒരു സൈക്കിൾ ശ്രദ്ധിക്കുക. ഇപ്പം ഉദാഹരണത്തിന് നമുക്ക് ഇവിടെ നിന്ന് ഇതിനെ സ്റ്റാർട്ട് ചെയ്യാം. ഐ സി ബി ഒ നമ്മുടെ ട്രാൻസിസ്റ്റർ ഒരു കോമൺ എമിറ്റർ കോൺഫിഗറേഷനിലാണ് വർക്ക് ചെയ്യുന്നത്. അതിന് ഇപ്പോൾ ഒരു നിലവിൽ ഒരു ചെറിയ ടെമ്പറേച്ചർ ഉണ്ട്. അതിനനുസരിച്ച് തന്നെ മൈനോറിറ്റി കാരിയേഴ്സ് ഉണ്ട്. ആ മൈനോറിറ്റി കാരിയേഴ്സ് വഴി ഒരു പർട്ടിക്കുലർ വാല്യൂ ഐ സി ബി ഒ ഉണ്ട് എന്ന് വിചാരിക്കുക. ഈ ഐ സി ബി ഒ ബീറ്റ 1 പ്ലസ് ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യും. അതുവഴി നമ്മുടെ കളക്ടർ കറണ്ട് ഐ സി കൂടാനും ഇടയാവും. ഐ സി കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? പവർ ഡിസിപ്പേഷൻ കൂടും. കളക്ടറിലാണ് കൂടുതൽ പവർ ഡിസിപ്പേഷൻ വരുന്നത്. അതിനു വേണ്ടിയിട്ടാണ് കളക്ടർ റീജിയൻ എന്ന് പറയുന്നത് വളരെ വലുതായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നൊക്കെ നമ്മൾ ട്രാൻസിസ്റ്ററിൻ്റെ ഏറ്റവും ആദ്യ ഭാഗത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ കളക്ടർ കറണ്ട് കൂടുന്നത് കൊണ്ടുള്ള പവർ ഡിസിപ്പേഷൻ കൂടും. പവർ ഡിസിപ്പേറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? സ്വാഭാവികമായിട്ടും ഹീറ്റായിട്ടായിരിക്കും പവർ ഡിസിപ്പേറ്റ് ചെയ്യുന്നത്. ഹീറ്റായിട്ട് ഡിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കളക്ടറിലെ ടെമ്പറേച്ചർ കൂടും. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാലോ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ മൈനോറിറ്റി കാരിയേഴ്സിൻ്റെ ഡെൻസിറ്റി കൂടും. മൈനോറിറ്റി കാരിയേഴ്സിൻ്റെ ഡെൻസിറ്റി കൂടിയാലോ ഐ സി ബി ഒ വീണ്ടും കൂടും. ഐ സി ബി ഒ കൂടുന്നതിനനുസരിച്ച് കളക്ടർ കറണ്ട് വീണ്ടും കൂടും, ഡിസിപ്പേഷൻ കൂടും, ടെമ്പറേച്ചർ കൂടും. ഇതൊരു സൈക്കിളായിട്ട് പ്രവർത്തിക്കും. ഈ സൈക്കിളിൻ്റെ അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസിസ്റ്ററിൻ്റെ ഡിസ്ട്രക്ഷൻ ആയിരിക്കും. കാരണം ഇത് ചെയിൻ റിയാക്ഷൻ പോലെ ഐ സി കൂടി, പവർ ഡിസിപ്പേഷനും ടെമ്പറേച്ചറും കൂടി, അതിനനുസരിച്ച് ഐ സി ബി ഒയും കൂടി, അവസാനം ട്രാൻസിസ്റ്റർ ബ്രേക്ക് ഡൗൺ ആകുന്ന ഒരു കണ്ടീഷനിലേക്ക് പോകും. ഇതിനെ നമ്മൾ വിളിക്കുന്നതാണ് തെർമൽ റണ്ണവേ എന്ന്.